പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കാമല്ലോ. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വെനസ്ഡേയിലുള്ള മീൽ പ്ലാനിങ്ങും പ്രിപ്പറേഷനും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൺഡേയും ട്യൂസ്ഡേ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്നതുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു 8 മണിയായിട്ടോ, മക്കളൊക്കെ ട്യൂഷനൊക്കെ പോയിട്ട് വന്ന്. അപ്പോൾ ഇന്ന് മാഗി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും ഞാൻ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അവർക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്, അതുകൊണ്ട് ഇടയ്ക്ക് ഉണ്ടാക്കും. അപ്പോൾ ഒരാൾക്ക് മാഗി നൂഡിൽസ്, ഒരാൾക്ക് ഇപ്പി നൂഡിൽസൊക്കെയാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ മോന് മാഗി ഉണ്ടാക്കി, അവനതാണ് ഇഷ്ടം. ഒരു മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്ത് അത് റെഡിയാക്കി. പിന്നെ അതേ പാത്രത്തിൽ തന്നെ ഞാൻ ഇപ്പിയും കൂടെ റെഡിയാക്കി എടുത്തേട്ടാ. പിന്നെ ഏട്ടനിതാ പുട്ടാണ് റെഡിയാക്കുന്നത്. ഞങ്ങളിവിടെ രാത്രി ചോറ് കഴിക്കാറില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുത്ത് പുട്ടും കപ്പപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് വൈകുന്നേരം ചായ കുടിച്ച് ഇത്തിരി ഹെവി ആയിപ്പോയി കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാനിന്ന് വൈകിട്ടത്തേക്കൊന്നും കഴിച്ചില്ല. അപ്പോൾ അവർക്കുള്ളതെല്ലാം എടുത്ത് റെഡിയാക്കി കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പണികൾ ചെയ്യാമല്ലോ എനിക്ക്. അങ്ങനെ അതെല്ലാം റെഡിയാക്കി കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഇതാ കുക്കറിൽ ചോറൊക്കെ റെഡിയാക്കി വെക്കണമല്ലോ. പിന്നെ രാവിലത്തേക്ക് വെള്ളം തിളപ്പിച്ച് വെക്കണം. അപ്പോൾ അതിനുള്ള പരിപാടിയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ ചോറിനേക്കാളും കൂടുതലും വെള്ളം ചിലവാകും. നമ്മൾ വൈകുന്നേരം ചോറ് കഴിക്കാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് മാത്രമാണ് ചോറിൻ്റെ ആവശ്യം. അതുകൊണ്ട് വലിയ കലത്തിൽ വെള്ളവും തിളപ്പിക്കും. ചെറിയതിൽ ചോറ് വയ്ക്കാനും വേണ്ടി വെള്ളമൊക്കെ അതാ ഗ്യാസിൽ വെച്ചേട്ടോ. അപ്പോൾ അത് ചൂടാവുന്ന സമയത്ത് നമുക്ക് ബാക്കി കുറച്ച് ജോലികളുണ്ടല്ലോ, അതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മളത് ആ വേസ്റ്റെല്ലാം ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ പാത്രം കഴുകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ ഒരു ഓർഡറിൽ നമ്മൾ ഓരോ ജോലിയും ചെയ്യുകയാണെങ്കിൽ അതിന് അതിൻ്റേതായ വൃത്തിയും പിന്നെ നമുക്ക് വേഗത്തിൽ ജോലികളെല്ലാം തീർന്നു കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മൾ വേസ്റ്റൊക്കെ മാറ്റി പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ആ സമയത്ത് നമുക്ക് ചോറിനുള്ള വെള്ളവും കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളച്ച് കിട്ടുമല്ലോ. അങ്ങനെ അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കണം. പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം പിന്നെ കിച്ചൻ്റെ സ്ലാവെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുകയാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് പോലത്തെ എന്തെങ്കിലും പേപ്പറൊക്കെ വെച്ച് നമുക്ക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇത് വൃത്തിയാക്കിയിട്ടാൽ നമുക്ക് പിന്നെ പാടില്ലല്ലോ. അങ്ങനെ കിച്ചൺ സ്ലാവെല്ലാം തുടച്ച് പാത്രമൊക്കെ കഴിയുന്നതിന് ശേഷം തുടച്ച് വൃത്തിയാക്കിയിടുക. അപ്പോൾ നമുക്ക് രാവിലെയും നല്ല എളുപ്പമായിരിക്കും, വേഗത്തിൽ ജോലികളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും. അങ്ങനെ അതെല്ലാം തുടച്ച് പാത്രമൊക്കെ കഴുകി വന്നപ്പോൾ നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരി കഴുകിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് മട്ടയരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടും മാറി മാറി ഉണ്ടാക്കാറുണ്ട്. മട്ടയരിയുണ്ട്, വെള്ളയരി ഉണ്ട്. ഇവിടെ മോൾക്ക് മട്ടയരി ഇഷ്ടമില്ല കേട്ടോ. എന്നാലും ഞാൻ ആഴ്ചയിൽ 1-2 ദിവസം ഇത് ഉണ്ടാക്കട്ടെ. എന്ന് വെച്ചാൽ നമ്മുടെ മക്കളെല്ലാം കഴിച്ച് ശീലിക്കണമല്ലോ. ഇപ്പോഴും ഓരോ സ്ഥലത്ത് ജോലിക്ക് പോയാലും പഠിക്കാൻ പോകുന്നതൊക്കെ ഓരോ സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കഴിച്ച് ശീലിച്ചില്ലെങ്കിൽ അവർക്ക് പിന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇന്ന് മട്ടയരി ഒക്കെ ഇട്ട് ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെള്ളം തിളപ്പിച്ച് വെള്ളത്തിലേക്ക് ഞാൻ ഇന്ന് പേരയില ഇട്ടിട്ടത്. ഓരോ ദിവസം ഓരോ ഐറ്റമാണ് ഞാൻ ഇടുന്നത്. പേരയില ഇടും, പിന്നെ ഉലുവ ഇടാറുണ്ട്, ജീരകം ഇടും, ഏലക്ക ഇടും, മല്ലി ഇടും. അങ്ങനെ എന്നും ഒരേ മാറ്റി മാറ്റി എന്തെങ്കിലുമൊക്കെ ഇടും. അപ്പോൾ ഇന്ന് പേരയില ഇട്ടു. അങ്ങനെ അത് തിളച്ചു. പിന്നെ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് അതൊന്ന് റൈസ് കുക്കറിലാക്കി വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ജോലിയും ഒന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അരിയൊക്കെ ഇട്ടതിന് ശേഷം മീനുണ്ടായിരുന്നേ വൃത്തിയാക്കി വെച്ച്. അപ്പോൾ അതിലേക്ക് മസാലയെല്ലാം ഒന്ന് തേച്ച് വയ്ക്കുക. അപ്പോൾ രാവിലെ മസാലയെല്ലാം പിടിച്ചിരിക്കും, നമുക്ക് എളുപ്പവും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ച് അതിലേക്ക് ചേർത്ത് 2 തണ്ട് കറിവേപ്പില ഇട്ട് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി ഒരു 1-1.25 സ്പൂണ് മുളക് പൊടിയും നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ അതും ചേർത്ത് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കറിവേപ്പിലയൊക്കെ ഇപ്പോൾ ഇടുമ്പോൾ നമ്മൾ പിന്നെ രാവിലെ അഥവാ ഫ്രൈ ചെയ്യുമ്പം ഇടാൻ മറന്നു പോയാലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുക. രാവിലെ എടുത്ത് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ അതെല്ലാം പുരട്ടി വെച്ചിട്ട് പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം നമ്മൾ തോരനും മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിയലിനുള്ള പച്ചക്കറിയെല്ലാം കട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ കറിയായിട്ടിന്ന് വെള്ളരിക്ക ഉണ്ടല്ലോ, ഒഴിച്ച് കറിയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള വെള്ളരിക്കയൊക്കെ എടുത്ത് അതും കട്ട് ചെയ്ത് ഫ്രിഡ്ജിനകത്താക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ ഇതുപോലെ കഴുകിയാണ് ബോക്സിലിടുന്നതെങ്കിൽ ഇതുപോലെ ഒരു
ഇതുണ്ട് അതിൽ. അത് വച്ചിട്ട് കഴുകിയിടുകയാണെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് തോർന്ന് നല്ലതായിട്ട് കിട്ടും. വേറെ അഴുവത്തൊന്നുമില്ല. നമ്മൾ കഴുകി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും കിട്ടുക, ബോക്സിൽ. അങ്ങനെ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം. പിന്നെ നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് ചിരുകി എടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കിച്ചണിൽ സ്ലാവൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടല്ലേ നിൽക്കണം. അപ്പോൾ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ഇതുപോലെ പ്ലാസ്റ്റിക്കിൽ എന്തെങ്കിലും മുറോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്യാനും ഇതുപോലെ തേങ്ങയൊക്കെ ചിരുകാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വളരെ എളുപ്പമാണ്. അവിടെ പിന്നെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് നല്ലതായിട്ട് വൃത്തിയാക്കി എടുക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ തേങ്ങയെല്ലാം എന്താ ചിരുകി ആവശ്യത്തിന് മാത്രം ചിരുകി വയ്ക്കുള്ളൂ കേട്ടോ. ഞാൻ ഒത്തിരി അങ്ങ് ചിരുകില്ല, രാവിലത്തേക്ക് വേണ്ടി മാത്രമേ ചിരുകി വയ്ക്കത്തുള്ളൂ. അങ്ങനെ അതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ അവിടേക്കൊന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇത്രയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ എളുപ്പത്തിൽ ജോലികൾ ചെയ്യാനും പറ്റും. നമുക്ക് ടെൻഷൻ ഇല്ലാതെ രാവിലെ എണീറ്റ് ജോലി നമുക്ക് എന്താണെന്ന് അറിയാമല്ലോ, തലേദിവസം ചെയ്തത്. അപ്പോൾ അത് രാവിലെ ചെയ്താൽ മതിയല്ലോ. അങ്ങനെ ടെൻഷനൊന്നും ഇല്ലാതെ രാവിലെ ജോലികളെല്ലാം ചെയ്ത് തീർക്കാനും പറ്റും. അങ്ങനെ അവിടെയെല്ലാം വീണ്ടും ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ രാവിലത്തേക്ക് വേണ്ടി കുറച്ച് കടല വെള്ളത്തിലിടാനുണ്ടായിരുന്നു കേട്ടോ, വെള്ളക്കടല. അങ്ങനെ അതും കൂടെ ഞാൻ ഇടുകയാണ്. ഇപ്പോൾ നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഇടാം കേട്ടോ, വെള്ളയും കറുപ്പും കൂടെ. അപ്പോൾ ഞാനിന്ന് വെള്ളക്കടല മാത്രമേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ അതും ഇട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ച് കുതിരാൻ വേണ്ടി വയ്ക്കുക. പിന്നെ നമുക്ക് രാവിലെ എണീറ്റ് വന്ന് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാം. അങ്ങനെ അതാ രാവിലെ വന്നപ്പോൾ നമ്മുടെ കടലയെല്ലാം നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടലക്കറിയൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ കടലയെല്ലാം കഴുകി ഒരു സവാളയും ഒരു പൊട്ടറ്റയും അല്പം ഉപ്പും മഞ്ഞളും ചേർത്ത് അതൊന്ന് കുക്കറിൽ വേവാൻ വെച്ചു. പിന്നെ ഞാനിന്ന് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് നൂൽപുട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ദിവസം പുട്ട് ദോശയൊക്കെ ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇന്ന് വെനസ്ഡേ നൂൽപുട്ടും കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പാകത്തിന് നല്ല തിളച്ച വെള്ളം എടുത്ത് അതിലേക്ക് ഉപ്പ് ഒഴിച്ച് നല്ലതായിട്ട് മാവ് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ അത് തണുത്തതിന് ശേഷമല്ലേ നമുക്കിനി അടുത്ത നൂൽപുട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് തലേ ദിവസം കട്ട് ചെയ്ത് വെച്ച പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് നമുക്ക് വെള്ളരിക്ക കുക്കറിലിട്ട് അല്പം വെള്ളവും മഞ്ഞളും ഉപ്പും ഒക്കെ ചേർത്ത് അത് വേവാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ആ സമയത്ത് നമ്മളെ മാവൊക്കെ തണുത്ത് വരുമ്പോൾ നമുക്ക് ആ ജോലി ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ആയി കിട്ടുമല്ലോ, വെറുതെ കളയുണ്ടല്ലോ. അങ്ങനെ പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് ആക്കിയെടുക്കുക. പിന്നെ നമ്മുടെ അവിയലിനുള്ള മലക്കറിയെല്ലാം എന്താ ഞാൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ കറി വയ്ക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് അരപ്പും ഉപ്പുമൊക്കെ ചേർത്ത് അതും റെഡിയാക്കാൻ വയ്ക്കുക. അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ജോലികൾ കറക്റ്റായിട്ട് ചെയ്യുക. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി ശ്രദ്ധയില്ലാതെ ഇങ്ങനെ നടക്കുക. നമ്മൾ ആ സമയത്ത് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരു അരമണിക്കൂറൊക്കെ മതിയായിരിക്കും. നമ്മൾ തലേ ദിവസം എല്ലാം കട്ട് ചെയ്ത് ആ തേങ്ങയ്ക്ക് ചിരി വയ്ക്കുമ്പോൾ പെട്ടെന്നായി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അവിയലിന് ഞാൻ ചേർത്തത് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞളും മുളക് പൊടി ഉപ്പും ഇത്രയാണ് കേട്ടോ ചേർത്തത്. അപ്പോൾ ഒന്ന് നല്ലതായിട്ട് അരച്ചെടുക്കില്ല, ഒരു 1/4 ഭാഗം അരച്ചെടുത്തിട്ട് അത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ അടുപ്പിലേക്ക് വേവാൻ വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ പുളിപ്പ് ആവശ്യമുള്ളവർ നമ്മൾ ലാസ്റ്റ് ഇതെല്ലാം അരപ്പെല്ലാം നല്ല തിളച്ചതിന് ശേഷം അല്പം തൈര് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ പുളിപ്പ് വേണമെന്നുള്ളവർ, ഞങ്ങളങ്ങനെ അവിയലിൽ തൈര് ചേർക്കാറില്ല കേട്ടോ. അങ്ങനെ ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഇല്ലെങ്കിൽ ടൊമാറ്റോ, നല്ല പഴുത്ത ടൊമാറ്റോ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ടാലും മതി, അല്പം പുളിപ്പ് അതിൽ നിന്ന് കിട്ടും. അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് അത് വേവാൻ വെച്ച് ഒരു 15 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് അത് റെഡിയായി കിട്ടും കേട്ടോ, പെട്ടെന്നായി കിട്ടും. അങ്ങനെ ഇതാ റെഡിയായി വന്നു. ഇനി ലാസ്റ്റ് കുറച്ച് നല്ല വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ തൈര് ഒഴിക്കുന്നവർക്ക് വേണമെങ്കിൽ തൈര് ഒഴിക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് മാറ്റി വെച്ച് ഇനി നമ്മുടെ വെള്ളരിക്ക കറി ഉണ്ടല്ലോ അതിനുള്ള അരപ്പും കൂടെ ഒന്ന് അരച്ചെടുക്കുക. തേങ്ങയും കുറച്ച് ജീരകവും ചെറിയ ഉള്ളി ഉണ്ടല്ലോ ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടെ എടുത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലതായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. നമ്മുടെ വെള്ളരിക്ക കറിക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ച് വേവിച്ച വെള്ളരിക്കയിൽ ഇതും കൂടെ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കി മാറ്റുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ മാവൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നൂൽപുട്ട് ഉണ്ടാക്കുന്നത് പോലത്തെ ഒരു നമ്മുടെ സ്റ്റീമർ ഉണ്ടല്ലോ അതിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും. ഒരെണ്ണം മതി. നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ഉണ്ടാക്കുന്നേക്കാളും ഇത് എളുപ്പമാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ നൂൽപുട്ട് ഇതുപോലെ ഉണ്ടാക്കുന്ന ഇതുണ്ട്, നമ്മുടെ തട്ടുണ്ട്, പക്ഷേ അതെൻ്റെ കയ്യിലില്ല, വാങ്ങിക്കണമെന്നുണ്ട്.
എന്തായാലും എനിക്കൊരെണ്ണം വാങ്ങിക്കണം. അത് ഇവിടെ കൂടുതൽ ഇതാണ് ഇഷ്ടം കേട്ടോ. നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ ഇതുപോലെ ഇങ്ങനെ നല്ലതായിട്ട് പരത്തി ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ പിന്നെ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് തടവിയിട്ട് മാവ് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്നത്. തേങ്ങ വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ തേങ്ങയുടെ വില അനുസരിച്ച് തേങ്ങ ഇട്ടാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ തേങ്ങ ഒഴിവാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവിയിട്ട് മാവൊന്ന് ചുറ്റിച്ച് കൊടുത്ത്. അപ്പോൾ നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ കുറച്ചധികം മാവ് വിരവി മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് സ്നാക്സൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഞാൻ കുറച്ചധികം മാവൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ജോലികൾ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയാണേ. അങ്ങനെ എല്ലാ നൂൽപുട്ട് റെഡിയാക്കി ഇനി നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ആകുമ്പോൾ അത് വെന്ത് കിട്ടും. തിളച്ച വെള്ളത്തിലൊക്കെ കുഴച്ചതുകൊണ്ട് പെട്ടെന്നായി കിട്ടും. അത് കഴിഞ്ഞ് നമ്മുടെ കടലക്കറിക്ക് അരപ്പൊക്കെ ഞാൻ അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എപ്പോഴും കാണിക്കുന്നതാണ് കടലക്കറി. അതുകൊണ്ടാണ് പിന്നെ അത് കറക്റ്റായിട്ടൊന്നും കാണിക്കാത്തത്. അപ്പോൾ അതൊന്ന് തിളച്ച് കുറുകിയതിന് ശേഷം അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ റെഡിയായി. ഇനി കടലക്കറിക്കും ഞാൻ പിന്നെ നമ്മുടെ വെള്ളരിക്ക കറിക്ക് ഒരുമിച്ച് കടുകൊക്കെ താളിച്ചൊഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് മാറ്റി വെച്ച്. പിന്നെ തലേ ദിവസം നമ്മൾ മീനൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ, അത് നല്ല മസാലയൊക്കെ പിടിച്ച് അതൊന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചു. അപ്പം ഫ്രൈ ചെയ്ത് അതെല്ലാം മാറ്റി ഇപ്പോൾ സമയം 7 മണിയായതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം റെഡിയായി. അപ്പോൾ നമ്മൾ തലേ ദിവസമൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തതുകൊണ്ടാണ് രാവിലെ നമുക്ക് എളുപ്പത്തിൽ ജോലികളെല്ലാം ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ ക്രിസ്മസ് ഡിസംബർ മാസമൊക്കെ അല്ലേ, നല്ല തണുപ്പാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇന്ന് ഒരു ചായ ഇട്ട് കുടിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ രാവിലത്തെ ചായ പതിവൊന്നുമല്ല കേട്ടോ. ഇതുപോലെ തോന്നുന്ന ദിവസങ്ങളിൽ ചായ കുടിക്കും. അങ്ങനെ ഞാൻ പാലും തേയിലയും വെള്ളവും ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് നല്ല സ്ട്രോങ് ആയിട്ടൊരു ചായയൊക്കെ എടുത്തിട്ട് പുറത്ത് പോയിരുന്ന് ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം സമയമൊന്നും ആയില്ല, ജോലികളെല്ലാം നേരത്തെ കഴിയുകയും ചെയ്തു. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചധികം മാവ് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അതും കൂടെ ഒന്ന് റെഡിയാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് കുറച്ച് ശർക്കരയും തേങ്ങയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 ഏലക്കയും കൂടെ ചതച്ചിട്ട കൂട്ടും കൂടെ അതിലേക്ക് വെച്ചാണ് ഞാനിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വൈകുന്നേരം ചായക്കുള്ള കടിയായി. അപ്പോൾ ഇത് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നൂൽപുട്ട് ഇതുപോലെ ഇടിയപ്പമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് 2-3 ഇടിയപ്പം കൂടുതൽ ഉണ്ടാക്കുക. എന്നിട്ട് അത് നമുക്ക് ഉപ്പുമാവ് പോലെ റെഡിയാക്കി എടുക്കാം വൈകുന്നേരം ചായക്ക്. അപ്പോൾ ഈ ജോലിക്ക് പോകുന്ന അമ്മമാർക്കൊക്കെ ഈസിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ 2-3 കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ വൈകുന്നേരം വന്നിട്ട് കൂടുതലായിട്ട് ജോലിയില്ല. ഇത് പെട്ടെന്ന് വന്ന് ഇടിയപ്പം നമ്മുടെ സാധാ ഉപ്പുമാവ് ഉണ്ടാക്കും പോലെ ആക്കിയെടുക്കുക കേട്ടോ. അതിൽ പഴമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ സ്പൈസി ആയിട്ട് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ മുളക് പൊടിയും മസാലയൊക്കെ ചേർത്ത് അങ്ങനെ ചെയ്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കുന്ന ദിവസം ഇതുപോലെ ഞാൻ ഈ എളുപ്പത്തിന് വേണ്ടി ഇതൊക്കെ ഇങ്ങനെ ഉള്ള ഐഡിയ 2 മാറി മാറി ചെയ്യാറുണ്ട്. ഇതാണ് എനിക്ക് ഇന്ന് ഒത്തിരി ദിവസമായി ഇത് ഉണ്ടാക്കിയിട്ട് കോഴിക്കോട്ട്, അതുകൊണ്ട് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചില്ലെങ്കിൽ നമുക്ക് ശർക്കരയും തേങ്ങയും ഇടാതെ ഇത് തന്നെ ചെറിയ ചെറിയ ബോളുകളാക്കി ആവിയിൽ വേവിച്ചെടുക്കുക. അങ്ങനെ 2-3 രീതിയിൽ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ അതും വേവാൻ വെച്ചു. അത് വേവുന്ന സമയത്ത് പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടി എടുത്തിട്ട് ഒരെണ്ണം എടുത്തോളൂ, വലിയ നൂൽപുട്ടല്ലേ, അതുകൊണ്ട് അതും കടലക്കറിയൊക്കെ കൂട്ടി ഇന്ന് ചായ രാവിലെ കുടിച്ചുകൊണ്ട് പിന്നെ ഇപ്പോൾ ചായയും കട്ടനൊന്നും കുടിക്കാനും ഇടാനൊന്നും നിന്നില്ല. അപ്പോൾ കാപ്പി കുടിച്ചിട്ട് വന്നപ്പോൾ നമ്മുടെ അതും സ്നാക്സും റെഡിയായി. അപ്പോൾ ഇന്നത്തെ ജോലികളെല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്തു തീർത്തു. അപ്പോൾ ഇന്നത്തെ വെനസ്ഡേയിലുള്ള മീൽ പ്ലാനിങ്ങും പ്രിപ്പറേഷനൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കാനായിട്ടാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ എന്തായാലും നമ്മൾ പാചകം ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും കുറച്ചൊക്കെ വരുമല്ലോ, അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ജോലിക്ക് പോകുന്ന അമ്മമാരൊക്കെ ഇതുപോലെയുള്ള തലേദിവസമൊക്കെ പ്ലാൻ ചെയ്തുപോലെ ഈ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും എല്ലാം ക്ലീൻ ചെയ്തിട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ. അങ്ങനെ അഥവാ സമയം കിട്ടാത്തവർ ഇതുപോലെ സിങ്കിൽ നമ്മുടെ അവിടെ ആയിട്ട് ഓരോ റൂമിൽ, ഹാളിൽ, സിറ്റ് ഔട്ടിൽ ഇങ്ങനെയൊന്നും ചായ കുടിച്ചത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അങ്ങനെയൊന്നും കൊണ്ടിടാതെ ഇതുപോലെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരിടത്ത് ആക്കി വയ്ക്കുക. നമ്മുടെ കിച്ചണിൽ ഒരിടത്ത് ഒതുക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മൾ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഒരു മനസ്സിനെങ്കിലും ഒരു സന്തോഷമായി. ഇത് എല്ലായിടും ഇങ്ങനെ പാത്രങ്ങളൊക്കെ വാരിയിട്ട് കാണുമ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇല്ലെങ്കിൽ ഒരു വലിയ ബേസിനിൽ എന്തെങ്കിലും വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത്
ഈ പാത്രങ്ങളെല്ലാം ഇട്ട് വയ്ക്കുക. അപ്പം നമുക്ക് വൈകുന്നേരം വരുമ്പോൾ അത് കഴുകിയെടുക്കാനും ഈസി ആയിരിക്കും. അല്ലെങ്കിൽ അത് ഉണങ്ങി വളരെ ബുദ്ധിമുട്ടായിരിക്കും വൈകിട്ട്. അങ്ങനെ ഞാൻ ദാ എല്ലാ പാത്രങ്ങളും കഴുകി അവിടേക്കൊന്ന് തുടച്ച് നല്ല വൃത്തിയാക്കി നീറ്റാക്കി ഇടുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പാചകം ക്ലീനിങ് എല്ലാം 9 മണിയായപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും രാവിലെ എളുപ്പത്തിൽ ജോലികളൊക്കെ ചെയ്ത് തീർക്കാൻ കഴിയും. അപ്പോൾ അടുത്ത് ടേസ്റ്റയുടെ മീൽ പ്ലാനിങ്ങും പ്രിപ്പറേഷനൊക്കെ ആയിട്ട് വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കി വയ്ക്കുക. അപ്പോൾ ഞാൻ അടുത്തിരുന്ന നിങ്ങൾക്ക് ടേസ്റ്റയുടെ പ്ലാനിങ്ങൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.